കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ എത്രമാത്രം പേരുകളല്ലേ, എത്രമാത്രം പേരുകളിൽ നമ്മൾ കുറച്ചൊക്കെ നമുക്കറിയാം, നമ്മൾ ജപിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ. കുറച്ചൊക്കെ ഗർഗര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ജാതകം കുറിക്കുന്ന സമയത്ത്. കൃഷ്ണനെന്നും കേശവനെന്നും വാസുദേവനെന്നും പേരിന് കാരണവും അതുപോലെ തന്നെ ഇനിയും ലീലകൾക്കനുസരിച്ച് അനേകം നാമങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു ദിവസം അർജുനനാണ് സംശയം തോന്നിയത്. കാരണം കുറേ നാമങ്ങൾ ഭഗവാന് കേട്ടിട്ടുണ്ട്. ഈ നാമങ്ങളിലൊക്കെ ഇപ്പോൾ ഏത് നാമമായിരിക്കും ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്നറിയാനെന്നൊരാഗ്രഹം. അത് വെച്ചുകൊണ്ട് ഭഗവാനോട് ചോദിക്കുക. തൻ്റെ കൂട്ടുകാരനല്ലേ, തൻ്റെ പ്രിയ ഭക്തനല്ലേ, തൻ്റെ സന്തത സഹചാരിയല്ലേ അർജുനൻ ചോദിച്ചിരിക്കുകയല്ലേ, ആ പ്രേമപൂർവ്വമാണല്ലോ ചോദിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു ദിവസം ഭഗവാന്റെ നാമങ്ങളെക്കുറിച്ച് ചോദിക്കണത്. എത്ര പേരാ, ഏത് പേരാ ഭഗവാന് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഭക്തരെ എന്നെ എന്തൊക്കെ വിളിച്ചാലും എനിക്കിഷ്ടമാണ്. ഏത് പരമഭക്തിയോടുകൂടി എന്നെ ആരെന്ത് വിളിച്ചാലും എനിക്കിഷ്ടമാണ്. പക്ഷേ പറഞ്ഞു, അർജുനൻ ഏതാണെന്ന് കൃത്യമായി ചോദിച്ചതല്ലേ, അതുകൊണ്ട് പറയാം എന്നാണ് പറയണത്. അതുകൊണ്ട് ഇപ്പോൾ പറയാം, എൻ്റെ 28 നാമങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ്, അതെനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്നാണ്. മാത്രമല്ല എൻ്റെ ഈ 28 നാമങ്ങൾ ആരാണോ 3 സന്ധ്യകളിൽ, അതുപോലെ അമാവാസി ദിവസം, അതുപോലെ ഏകാദശി ദിവസങ്ങളിൽ ജപിക്കുന്നത്, അവർക്ക് എന്നിൽ നിഷ്കാമമായ പ്രേമമുണ്ടാവുകയും ചെയ്യുന്ന ഭഗവാൻ ഫലവും പറഞ്ഞു. അവർ ക്രമേണ എന്നിലെത്തിച്ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. കാരണം കലികാലത്തിന് നാമങ്ങൾക്കാണല്ലോ പ്രാധാന്യം. അതിലൂടെ മുക്തി കിട്ടും. കലികാലത്തിൻ്റെ പ്രാധാന്യം അതാണ്. നാമജപം കൊണ്ട് നിഷ്കാമമായ നിരന്തരമായ ജപത്തിലൂടെ വളരെ പെട്ടെന്ന് മുക്തരായി തീരാമെന്നാണ്. ആ 28 നാമങ്ങളാണ് ഏതാണെന്ന് നമുക്കും അറിയണ്ടേ, ആ നാമങ്ങൾ നമുക്കും ജപിക്കണ്ടേ. പറഞ്ഞു തന്നിട്ടുണ്ട് ആചാര്യന്മാർ. മത്സ്യകൂർമ്മ വരാഹം ച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലീഹലായുധം ഗോവർദ്ധനം ഹൃഷീകേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരി ദാമോദരം ശ്രീധരം ച വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം എന്നാണ്. ഇത് ജപതോ നാസ്തി പാതകെന്നും കൂടി. ആരാണോ ഈ 28 നാമങ്ങൾ ജപിക്കുന്നത് അവർക്ക് പാപങ്ങളോ 28 നാമങ്ങൾ ജപിക്കുന്നത് ചെയ്തു വെച്ച പാപങ്ങളൊക്കെ നശിക്കുകയും ചെയ്യുമെന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. ഭഗവാനെ മൂർത്തിഭാവത്തിൽ ആരാധിക്കുന്നതാണ് ഏറ്റവും ഭഗവാനെ ലഭിക്കാനുള്ള എളുപ്പമാർഗം. കാരണം നമുക്ക് മനസ്സിന് ഒന്നിനെ പിടിക്കാൻ വേണം അല്ലേ, അത് ആ രൂപത്തെ പിടിക്കുമ്പോൾ കൂടുതൽ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഈ നാമങ്ങളിലൂടെ ഭഗവാനെ നിരന്തരം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത് ജപിക്കാനായിട്ട്. പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഉണ്ടാവരുത്. അങ്ങനെ എല്ലാവർക്കും ഭഗവാനെ ലഭിക്കട്ടെ, ഭഗവാനിൽ ഭക്തി ലഭിക്കട്ടെ, നിഷ്കാമ ഭക്തി ഉണ്ടാകട്ടെ. ശുഭം. ഹരി ഓം.